ഹായ്, വെൽക്കം ബാക്ക് ടു DP ഹൗസ്. ഇന്ന് നമ്മളൊരു ട്രാവലിംഗ് വ്ലോഗാണ് ചെയ്യുന്നത്. ഇതൊരു ഫ്രൈഡേ ആയിരുന്നു. ഫ്രൈഡേ വീട്ടിലിരുന്ന് റൂമിലിരുന്ന് ബോറടിച്ചപ്പോൾ പുറത്തെവിടെയെങ്കിലും പോയാലോ എന്ന് ആലോചിച്ചു. സോ റാസൽ ഗെയിമിൽ തന്നെ ഒരു ടോപ്പസ്റ്റ് മൗണ്ടെയിൻ ആണ് ഇത്. ജബൽ ജെയ്സ് എന്ന് പറയുന്നൊരു പ്ലേസാണ്. കാണാൻ നല്ല രസമുള്ള ഒരു പ്ലേസാണ്. എസ്പെഷ്യലി ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കും ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കും പോകാൻ പറ്റിയ ഒരു റാസൽ ഗെയിമിലെ തന്നെ ഒരു വണ്ടർഫുൾ പ്ലേസ്. ഇതാണ് ടോപ്പസ്റ്റ് മൗണ്ടെയിൻ ഇൻ UAE എന്ന് പറയുന്നത്. ദെൻ നമുക്ക് കൊടൈക്കനാലിലേക്കൊക്കെ പോകുന്ന പോലെ തോന്നുമെങ്കിലും കൊടൈക്കനാലുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ബിക്കോസ് ഇവിടെ പച്ചപ്പൊന്നും നമുക്ക് തോന്നില്ല. പക്ഷേ ടോപ്പസ്റ്റിലൊക്കെ എത്തുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് തണുപ്പൊക്കെ തോന്നും. ഇപ്പോൾ താഴെ ഒരു 35-36 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ മുകളിലെത്തുമ്പോൾ അതിനൊരു 3 or 4, 5 ഡിഗ്രി സെൽഷ്യസ് കുറവ് നമുക്ക് ഫീൽ ചെയ്യും. അത്രയേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പൊന്നുമല്ല പറയുന്നത്, കുറച്ച് ടെമ്പറേച്ചർ കുറവാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ നല്ല രസമുള്ള റോഡാണ് കേട്ടോ. നമുക്കിങ്ങനെ ട്രാവൽ ചെയ്യാണ് എന്ന് തോന്നില്ല, ഇങ്ങനെ വെറുതെ ഇങ്ങനെ പോകുന്ന പോലെ. ദെൻ നോ സിഗ്നൽസ്, നോ ട്രാഫിക്സ്. അതാണ് ഏറ്റവും UAE-ക്കാർക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ടാവുക ഈ റൂട്ടിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ. ഇതിൻ്റെ ഏറ്റവും ടോപ്പസ്റ്റിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അതിൻ്റെ ഏകദേശം അടിയിലായിട്ട് നമുക്ക് അത്രയും റോഡുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഓഫ് റോഡാണ്. പിന്നെ വണ്ടി പോവില്ല. സ്പെഷ്യൽ പെർമിഷനൊക്കെ ചോദിച്ചിട്ടാണ് ഏറ്റവും ടോപ്പസ്റ്റിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു റോഡുള്ള വരെ തന്നെ നല്ല രസമുള്ള ഒരു വ്യൂ പോയിൻ്റാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ചെറിയ ചെറിയ വീടുകളൊക്കെ കാണാനായിട്ട് സാധിക്കും. അത് അവിടെ താമസിക്കുന്ന മീൻസ് കൃഷിയൊക്കെ ചെയ്യുന്നവരുടെ വീടുകളായിരിക്കും. സെയിം കളറിലുള്ള വീടുകൾ തന്നെയാണ് അവർ പണിതിരിക്കുന്നത്. സോ നമുക്ക് നന്നായി സൂം ചെയ്ത് കഴിഞ്ഞാലാണ് ഈ വീടുകളൊക്കെ കാണാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ടല്ല, ചെറിയ ചെറിയ വീടുകൾ ഇടയ്ക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത്രയും ദൂരമാണ് നമ്മുടെ കാറ് പോകത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാറ് പോവില്ല. പിന്നെ ഓഫ് റോഡാണ്. ഇത്രയും ദൂരം പോകാനുള്ള പെർമിഷനേ നമുക്കുള്ളൂ. സോ ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് വ്യൂ പോയിൻ്റ് കാണാൻ നല്ല രസമാണ്.
കൂടാതെ നമുക്കിവിടെ സൈഡിൽ കാറൊക്കെ പാർക്ക് ചെയ്ത് നമുക്കവിടെ ബാർബിക്യൂ ചെയ്യാം, അവിടെ ക്യാമ്പയിനൊക്കെ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. സോ നല്ല രസമാണ്. മീൻസ് കുറച്ച് തണുപ്പും കുറച്ച് കാറ്റും. ദെൻ ഇനി കുറച്ച് നമുക്ക് മലയിലേക്ക് കയറണമെങ്കിൽ, നമ്മുടെ നടന്ന് കയറണമെങ്കിൽ കയറാം, അതിനുള്ള സൗകര്യമുണ്ട്. നമുക്കധികം കുട്ടികളെ വെച്ചിട്ടൊക്കെ ആണെങ്കിൽ അധികം ഒന്നും കയറാൻ പറ്റില്ല, കുറച്ച് വേണമെങ്കിൽ കയറാനും നമുക്ക് സാധിക്കും. ഇപ്പം ഞങ്ങളിവിടെ ഞാനും മോനും മക്കളൊക്കെ കൂടെ ഒന്ന് കയറി നോക്കിയായിരുന്നു. കുറച്ചേ കയറിയുള്ളൂ, പിന്നെ വേഗം ഇറങ്ങി. ഫുൾ കല്ലാണ്, വീണ് കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല. സോ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം ഇറങ്ങി. ദെൻ അടിയിലൊരു മാറ്റൊക്കെ ഇട്ട് കുറച്ച് നേരം അവിടെ കാറ്റൊക്കെ കൊണ്ട് ഇരുന്നു, സൺസെറ്റൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു 8 o'clock ആകുമ്പോഴത്തേക്കും തിരിച്ചു പോന്നു. ദെൻ നമുക്കിവിടെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്, അവിടെ നിന്ന് ഫുഡ് കഴിക്കണമെങ്കിൽ ഫുഡ് കഴിക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്. നമുക്ക് ഇനിയും ഇങ്ങനത്തെ കുറേ ട്രാവലിംഗ് വ്ലോഗ്സുകൾ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.